ഹലോ ഫ്രണ്ട്സ്, ഗുഡ് മോർണിംഗ്. നമ്മുടെ കേരള TV സീരിയലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ നമ്മുടെ സൂര്യയെ വയറിൽ കത്തി കൊണ്ട് കീറും, അല്ലെങ്കിൽ കഴുത്തിൽ കത്തി വെക്കും, പൊള്ളിക്കും, നിന്റെ ഈ കള്ളത്തരം ഞാൻ അവസാനിപ്പിക്കും, ഇതൊക്കെ പറഞ്ഞ് തമ്പി ഇങ്ങനെ ഭയങ്കരമായിട്ട് പ്രലോഭിപ്പിച്ചുകൊണ്ടിരിക്കാം. അവസാനം ഇവന്റെ നാക്കും വാക്കും അതിര് കടന്നു കഴിഞ്ഞപ്പോഴത്തേക്കും സൂര്യ എന്ത് ചെയ്തു? ആ കൈയെടുത്ത് അവന്റെ ചെവിക്കല് തീർത്ത് ഒരൊറ്റ ഒരെണ്ണം അങ്ങ് കൊടുത്തു. അടിയും മേടിച്ചവൻ കണ്ണും മേടിച്ചിങ്ങനെ നിൽക്കുക. കൊടുക്കലിന് കൈ ആണെങ്കിലും നിലത്തേക്ക് ഇടുകയും ചെയ്തു നമ്മുടെ സൂര്യ. ഇവന് തന്നെ ഒന്നും മനസ്സിലായില്ല, ഇത് എന്നതാ സംഭവിച്ചത്, സൂര്യ എന്നെ തല്ലിയോ, അത് ഇനി ഞാൻ സ്വപ്നം കണ്ടതാണോ എന്ന് പോലും. പെട്ടെന്ന് തന്നെ സൂര്യ ഇവനെ തല്ലിയെന്നുള്ളത് പിന്നെ മനസ്സിലായി. വേഗം തന്നെ എല്ലാവരെയും വിളിക്കുക. എല്ലാവരെയും വിളിച്ചിട്ട്, പ്രത്യേകിച്ച് അപർണയൊക്കെ വിളിച്ചിട്ട് ഇവൻ എന്നെ തല്ലിയെന്ന് പറഞ്ഞു. നോക്കുമ്പോൾ എന്താ, തളർന്ന് കൈ ഇത് പോലും അനക്കാൻ മേലാതെ കിടക്കുന്ന മനുഷ്യൻ. അപ്പോഴേക്കും സൂര്യ ഇത് ചെയ്തു എന്ന് പറഞ്ഞവന്റെ ഈ സമനില തെറ്റിയതാണെന്ന് അവിടെയുള്ളവർക്ക് എല്ലാവർക്കും മനസ്സിലായി. പ്രത്യേകിച്ച് നമ്മുടെ അമലും അഭിയും കൂടെ അത് വരുത്തി തീർക്കാനായിട്ട് ശ്രമിക്കുക. അങ്ങനെ അവർ രണ്ടുപേരും കൂടി ഇയാൾക്ക് ഭ്രാന്താണ്, ഇയാളെ മെന്റൽ ആശുപത്രിയിലാക്കണം എന്നുള്ളൊരു സംസാരം അവിടെ കൊണ്ടുവന്നു. ലാസ്റ്റ് അച്ഛൻ ഇവരെല്ലാവരും കൂടെ ഭ്രാന്താശുപത്രിയിൽ അടയ്ക്കും എന്ന് ഉറപ്പായി കഴിഞ്ഞപ്പോഴത്തേക്കും അപർണ അച്ഛനിങ്ങ് വന്നേന്നും പറഞ്ഞ് അച്ഛനെ പിടിച്ച് വലിച്ച് അവിടെ നിന്ന് കൊണ്ടുപോകുക. എല്ലാവരുടെ മുന്നിൽ നാറി വെളുത്ത് ചൂളി ഇങ്ങനെ നിൽക്കുക കേട്ടോ അപർണ. എടി മോളെ, ഞാൻ പറയുന്നത് സത്യവാടി, ഇവിടെയുള്ളവരെല്ലാവരും കൂടെ നടത്തുന്ന ഒളിച്ചുകളിയാടി, ഇത് ഗൂഢാലോചനയാടി, ഇത് ഇവൻ ഒരു കുഴപ്പമില്ലടി എന്നൊക്കെ പറഞ്ഞ് തമ്പി ഇങ്ങനെ പറയുന്നുണ്ട്. അച്ഛനിങ്ങ് വന്നേ അച്ഛാന്നും പറഞ്ഞ് അപർണ പിടിച്ച് വലിച്ച് തമ്പിയെ കൊണ്ടുപോയി. അച്ഛൻ ഇപ്പൊ പോ, ഞാൻ വീട്ടിലോട്ട് വരാം, അച്ഛൻ പോന്നും പറഞ്ഞ് അപർണ എന്നിട്ട് അപ്പനെ പറഞ്ഞു പിടിച്ചു. അത് കഴിഞ്ഞിട്ടാണെങ്കിൽ അപർണയോട് കുറെ അതും ഇതൊക്കെ പറയുവാണ് ഇവരെല്ലാവരും കൂടെ ചേർന്ന്, തമ്പിക്ക് ഭ്രാന്താണെന്നുള്ള രീതിയിൽ. ഇനിയിപ്പോൾ പെട്ടെന്ന് തന്നെ ആശുപത്രിയിൽ കൊണ്ടുപോകുന്നതായിരിക്കും നല്ലത്, കാര്യമായിട്ട് എന്തൊക്കെയോ പറ്റിയിട്ടുണ്ടെന്നൊക്കെ പറഞ്ഞ് ശരിക്കും കളിയാക്കിക്കൊണ്ടിരിക്കുക. അപ്പോൾ ഈ കളിയാക്കലും കാര്യങ്ങളും ഇതെല്ലാം കഴിഞ്ഞ് പിന്നെ നമ്മുടെ ജാനകി ആണെങ്കിലോ അവിടെ ഇങ്ങനെ ഡൈനിങ് ടേബിൾ തുടച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് അജയ് അങ്ങോട്ടേക്ക് വരുന്നത്. അജയ് വന്നിട്ട് ജാനകി വല്ല ഭയപ്പെടുത്താൻ അല്ലെങ്കിൽ പേടിപ്പിക്കാനൊക്കെ ഇങ്ങനെ നോക്കുന്നു. വലിയ അധികാരം കാണിച്ച് ജാനകിയോട് സംസാരിക്കാം. അപ്പം നീ കൂടുതൽ എൻ്റെ മുന്നിൽ നെളിഞ്ഞു നിന്ന് സംസാരിക്കണ്ട എന്ന് ജാനകി അവനോട് പറഞ്ഞു. നിങ്ങൾ എന്താ? അപ്പം ഈ ജാനകി കുറെ കാര്യങ്ങളൊക്കെ അങ്ങോട്ടേക്ക് പറഞ്ഞു, കുടുംബത്തിനെ പറ്റി, നിരഞ്ജനയെ പറ്റി ഒക്കെ. അപ്പം നിരഞ്ജന വന്നതുപോലെ തന്നെ ഇറങ്ങിപ്പോകാൻ ഒരു മടിയില്ലാത്ത പെണ്ണാണ്, സ്നേഹത്തിന് വേണ്ടി ജീവൻ കൊടുക്കാൻ പോലും തയ്യാറായ അവള് നാളെ എന്ത് ചെയ്യുമെന്ന് നിനക്കറിയില്ലെന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇങ്ങനെ പറയുമ്പോൾ നിങ്ങളെന്താ എന്നോട് ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നത് എന്ന് ചോദിച്ചു. ഞാനതിന് നിങ്ങളോട് എന്തെങ്കിലും ചെയ്തോ എന്ന് ചോദിച്ചപ്പോൾ നീ എന്നോടൊന്നും ചെയ്തില്ല, നീ മനസ്സിൽ കരുതുന്ന കാര്യത്തെപ്പറ്റി തന്നെയാണ് ഞാൻ സംസാരിക്കുന്നതെന്ന് പറഞ്ഞു. ഞാൻ മനസ്സിൽ കരുതുന്ന കാര്യങ്ങളോ നിങ്ങൾക്ക് വായി തോന്നുന്നതെല്ലാം നിങ്ങൾ വിളിച്ചു പറഞ്ഞിട്ട് നിങ്ങളുടെ മനസ്സിലെ കാര്യങ്ങൾ ഞാൻ എങ്ങനെ അറിയാനാണെന്ന് ചോദിച്ച് ജാനകിയോട് ദേഷ്യത്തിൽ സംസാരിക്കും അജയ്. അത് കേട്ട് കഴിഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞത് നിന്റെ പുതിയ കൂട്ടുകാരി ഉണ്ടല്ലോ ഹണി റോസ്, അവളെക്കുറിച്ച് തന്നെയാണെന്ന് പറഞ്ഞപ്പോഴത്തേക്ക് വീട്ടി വെട്ടിയതുപോലെ ഇവനൊരൊറ്റ നിപ്പായിരുന്നു, സ്റ്റക്കായിപ്പോയി. അതുവരെ വായിലെ നാവിൻ്റെ നീളം ഭാരതപ്പുഴ പോലെ നീണ്ടു നിന്നിരുന്ന അജയുടെ നാവ് ചുരുട്ടി മടക്കി അകത്തിട്ടിട്ട് ഇങ്ങനെ മിണ്ടാതെ നിൽക്കുക. എന്താ അജയ്, ഇപ്പം നിനക്കൊന്നും പറയാനില്ലേ എന്ന് ജാനകി ചോദിച്ചു. നീ ഈ കളിക്കുന്ന കളി കൈവിട്ട കളിയാണെന്നും അത് എത്രത്തോളം അപകടകരമാണെന്നും നിനക്കറിയില്ലെന്നും പറഞ്ഞിങ്ങനെ പറയുക. ഈ ഒരു കാര്യം നിരഞ്ജനയോ മറ്റുള്ളവരോ അറിഞ്ഞാൽ ഉണ്ടാകാൻ പോകുന്ന ഭവിഷ്യത്ത് എന്താണെന്ന് അറിഞ്ഞു വെച്ചിട്ട് തന്നെയാണോ നീ ഈ കളിക്ക് ഇറങ്ങിയിരിക്കുന്നതെന്ന് ചോദിച്ചു. ഇവന് വല്ലതും പറയാനുണ്ട്, ഇവനൊന്നും ഇടുന്നില്ല. പിന്നെ ഇവൻ ഏട്ടത്തി എന്നൊക്കെ വിളിക്കാറായി. നിങ്ങൾ അവള് ഇവളെന്നൊക്കെ വിളിച്ചുകൊണ്ടിരുന്ന ജാനകി ഏട്ടത്തി എനിക്ക് നീ എൻ്റെ മുന്നിൽ ഒരു ന്യായവും നിരത്തേണ്ട കാര്യമില്ല അജയ്, എനിക്കത് കേൾക്കേണ്ട കാര്യവും ഇല്ല എന്ന് ജാനകി പറയുവാണ്. നീ ഇപ്പൊ ചെന്നിരിക്കുന്ന ഈ കുഴിയിൽ നിന്നും എത്രയും പെട്ടെന്ന് നീ രക്ഷപ്പെട്ട് കയറിയില്ലെങ്കിൽ പിന്നെ നിന്നെ ആർക്കും ഈ ഭൂലോകത്ത് രക്ഷിക്കാൻ കഴിയില്ലെന്നും നിന്നെ വിശ്വസിച്ചിറങ്ങി വന്ന നിരഞ്ജന പിന്നെ എന്ത് ചെയ്യുമെന്ന് ആർക്കും പ്രവചിക്കാൻ പോലും കഴിയില്ലെന്നുള്ള കാര്യവും ജാനകി ഇങ്ങനെ പറയുവാണ്. ഈ ഒരു വിവരം ഇപ്പൊ ഞാൻ മാത്രമേ അറിഞ്ഞിട്ടുള്ളൂ, അഭിയേട്ടനോ മറ്റാരും അറിഞ്ഞിട്ടില്ല. അവരെല്ലാവരും അറിഞ്ഞു കഴിഞ്ഞാൽ ഉണ്ടാകാൻ പോകുന്ന ഭവിഷ്യത്ത് എന്താണെന്ന് നീ തന്നെ ചിന്തിച്ച് നോക്കിക്കോളാൻ പറഞ്ഞു. അതും പറഞ്ഞ് ജാനകി അവിടെ നിന്ന് അങ്ങോട്ടേക്ക് പോയി. ഇവൻ പിന്നെ ആകെ ഉരുകി നിൽക്കുക കേട്ടോ, ഉരുകി വേർത്ത് വിളറി ഇങ്ങനെ അവിടെ നിൽക്കുകയാണ്. എന്തായാലും ഈ ഒരു സംഭവവും കാര്യങ്ങളും അവന് വലിയൊരു തിരിച്ചടി ആയിട്ടുണ്ടെന്നുള്ളത് അവന് വ്യക്തമായി മനസ്സിലായി. അങ്ങനെ ഇനിയിപ്പോൾ ഇതിപ്പോൾ ആരും അറിയാതെ ഒതുക്കി തീർക്കണമെന്നുണ്ടെങ്കിൽ അതൊന്നും അജയെ കൊണ്ട് ഒറ്റയ്ക്ക് പറ്റുന്ന കാര്യങ്ങളല്ലെന്നും അജയ്ക്ക് വളരെ വ്യക്തമായിട്ട് തന്നെ മനസ്സിലായി. അജയ് ഇനി എന്ത് ചെയ്യും എന്നുള്ളൊരു പേടിയിൽ എന്നിട്ട് നിരഞ്ജനയുടെ അടുത്തേക്ക് പോവാം. ഇപ്പം നിരഞ്ജന എന്തെങ്കിലും അറിഞ്ഞിട്ടുണ്ടോ എന്നുള്ള ആ ഒരു ഇതൊരിതിൽ അങ്ങനെ അവനിങ്ങനെ ആകെ പേടിച്ച് വിറച്ചിങ്ങനെ ആ ഒരു സെറ്റപ്പും കാര്യങ്ങളെല്ലാം കഴിഞ്ഞു. ഇതെല്ലാം കഴിഞ്ഞതിന് ശേഷമാണെന്നുണ്ടെങ്കിൽ അപർണ അച്ഛനെ കാണാനായിട്ട് പോവുക. അച്ഛനെ കാണാൻ ചെന്ന് അച്ഛനുമായിട്ട് സംസാരിച്ചു. അപ്പോൾ ദേ അച്ഛനെ കാണാനായിട്ട് ചെന്ന് വീട്ടിൽ നടന്ന കാര്യങ്ങളെ പറ്റിയൊക്കെ ഇങ്ങനെ പറയുവാണ്. അപ്പോൾ ഈ സൂര്യൻ നടത്തിയ ആ ഒരു കാര്യങ്ങളെല്ലാം പറഞ്ഞു. അത് കേട്ടപ്പോൾ അപർണയ്ക്കും ചെറിയൊരു സംശയവും കാര്യങ്ങളൊക്കെ. അപർണ എന്നിട്ട് പറഞ്ഞു, അങ്ങനെ എന്തെങ്കിലും ഒരു സംശയം ഉണ്ടെങ്കിൽ അയാൾക്ക് നോവണമെങ്കിൽ ജാനകിയെ പറഞ്ഞാൽ മാത്രമേ അയാൾക്ക് നോവുകയുള്ളൂ എന്നുള്ള കാര്യം പറയുക. ജാനകിയെ തൊട്ടാൽ തീർച്ചയായിട്ടും സൂര്യനാരായണന്
കൊള്ളും. അപ്പോൾ അങ്ങനെ എന്തെങ്കിലും ഒരിതുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അവിടെ അയാൾ പ്രതികരിക്കും എന്നുള്ള കാര്യം പറഞ്ഞു കേട്ടോ. അങ്ങനെ അച്ഛനെ ഒരിക്കൽ കൂടി മകള് വീട്ടിലേക്ക് വിളിക്കും. അപ്പോൾ അമ്മ പറയുന്നുണ്ട്, നിങ്ങൾ എന്താ ഈ പറയുന്നത്, നിങ്ങൾ എന്താ അച്ഛനും മോളും കൂടി ഈ കാണിക്കുന്നതെന്നൊക്കെ ചോദിച്ച് ഇങ്ങനെ പറയുന്നുണ്ട്. അപ്പോൾ അങ്ങനെ അതൊക്കെ പറയുമ്പോൾ നീ ഇതിലൊന്നും വരാതിരിക്കടി എന്നും പറഞ്ഞുകൊണ്ട് ഭാര്യയോട് വഴക്ക് പറയാ തമ്പി. എന്നിട്ട് അച്ഛനും മോളും കൂടെ ഗൂഢാലോചന നടത്തി നേരെ പരിപാടി നടത്താനായിട്ട്. അത് കഴിഞ്ഞിട്ട് പിന്നെ അപർണ പോയി. പിറ്റേ ദിവസം ആയി കഴിഞ്ഞപ്പോഴത്തേക്കും തമ്പി വാലും ചുരുട്ടി ദേ വരുന്നു വീട്ടിലോട്ട് വരുന്നെന്ന് പറഞ്ഞാൽ ജാനകിയെ വെച്ച് ഈ സൂര്യയുടെ ഇപ്പോഴത്തെ അവസ്ഥ മാറ്റി അറിയാമെന്നുള്ളൊരിതിൽ. അങ്ങനെ ജാനകി അന്നേരം അച്ഛന് മരുന്നും കാര്യങ്ങളെല്ലാം കൊടുക്കുന്നു, അതുപോലെ തന്നെ ഫുഡ് കൊടുക്കുന്നു. അങ്ങനെ ഓരോന്ന് ചെയ്തുകൊണ്ടിരിക്കുമ്പോഴാണ് അപർണയും തമ്പിയും കൂടെ സൂര്യയുടെ മുറിയിലേക്ക് കയറി വരുന്നത്. അപ്പം നമ്മുടെ ജാനകി അവിടെ നിൽപ്പുണ്ട്. ജാനകിയെ കണ്ടപ്പോഴത്തേക്കും നീ ഇവിടെ ഉണ്ടായിരുന്നോ? നീ തമ്പിയുടെ വകയൊരു ചോദ്യം. ഞാനിവിടെ കാണാതെ പിന്നെ എവിടെ പോകാനാണെന്ന് ചോദിച്ചു. അച്ഛൻ്റെ കാര്യങ്ങൾ നോക്കാൻ ആരെങ്കിലുമൊക്കെ വേണ്ടെന്ന് ജാനകി ചോദിക്കാം. വേണം, അതില്ലെങ്കിൽ ശരിയാവില്ല. പിന്നെ നിനക്ക് പിന്നെ സ്വന്തം അപ്പനെയും അമ്മയെയും ഒന്നും നോക്കേണ്ട ഗതികേടില്ലല്ലോ, അല്ലെങ്കിൽ അതിനുള്ള ഭാഗ്യം നിനക്കില്ലല്ലോ. ഇനിയിപ്പോൾ അമ്മായച്ഛൻ എപ്പോൾ ചാവോന്ന് നോക്കി ഇങ്ങനെ ഇരിക്കാം. അയാളുടെ തീട്ടോ മൂത്രമോ ഒക്കെ കോരി നിനക്ക് ഇവിടെ ഇങ്ങനെ കാലം കഴിച്ചു കൂട്ടാം. അതായിരിക്കും ജാനകി നിന്റെ വിധിയെന്ന് പറഞ്ഞു. എൻ്റെ അച്ഛനെ ഞാൻ നോക്കുന്നതിൽ ആരും ഒരു ബുദ്ധിമുട്ടും കരുതേണ്ട കാര്യമില്ല. അതൊരു ബാധ്യതയായി കരുതുന്ന ഒരാളും അല്ല ഞാനെന്ന് ജാനകി ഇങ്ങനെ പറയുമ്പം എന്തോ നിന്റെ അച്ഛൻ ഈ കിടക്കുന്നവൻ എങ്ങനെയാവാനാടി? ഇത് നിന്റെ ഭർത്താവിൻ്റെ അച്ഛനല്ലേ? നിനക്ക് അച്ഛനുണ്ടോടി എന്ന് ചോദിച്ചു. നിന്റെ അച്ഛൻ ആരാണെന്ന് ഈ ലോകത്ത് നിന്റെ അമ്മയ്ക്ക് മാത്രമല്ലേ അറിയുള്ളൂ. പിന്നെ അമ്മയും ഇല്ലാത്തത് കൊണ്ട് രണ്ടുപേരുടെയും ഒരു ആവശ്യം വരുന്നില്ലെന്ന് പറഞ്ഞു. പിന്നെ ഒരു കണക്കിന് നോക്കിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിന്റെ അമ്മയെ കണ്ടുകിട്ടാത്തത് തന്നെയാണ് നല്ലത്. കണ്ടെങ്ങാനും കിട്ടി നിന്റെ അച്ഛൻ ആരാണെന്ന് അവളോട് ചോദിച്ചാൽ അവൾ ആരുടെയൊക്കെ പേര് പറയുമെന്ന് ആർക്കറിയാം, എത്ര പേരുടെ പേര് പറയുമെന്ന് ആർക്കറിയാവെന്ന് പറഞ്ഞ് അങ്ങനെ പറയാവുന്നതിനും അതിനപ്പുറവും തരം താഴുന്ന രീതിയിൽ തമ്പി സംസാരിക്കും. ഇത് കേട്ടപ്പോഴത്തേക്കും സൂര്യയുടെ കയ്യും കാലും തരിച്ചു വരുന്നുണ്ട്. പക്ഷേ അനങ്ങിയില്ല നമ്മുടെ സൂര്യ. ആ കൈയൊക്കെ അവിടെ അങ്ങനെ മുറുക്കി ബെഡയിലേക്ക് മുറുക്കി അങ്ങ് പിടിച്ചിട്ട് അവിടെ കിടന്നു. ഇവന്റെ മുന്നിൽ പിടി കൊടുക്കില്ല എന്നുള്ള വാശിയോടെ അങ്ങനെ നമ്മുടെ സൂര്യ അവിടെ കിടക്കുക കേട്ടോ. ഇവനാണെങ്കിൽ പറഞ്ഞു കാട് കയറിപ്പോയി. ഇതൊക്കെ കേട്ട് അപർണ ഇങ്ങനെ ആസ്വദിച്ച് നിൽക്കുവാണ്. അങ്ങനെ ആസ്വദിച്ച് ഇവളിങ്ങനെ നിൽക്കുന്നു. തമ്പിയാണെങ്കിൽ പറഞ്ഞു പരുതി കിടക്കുന്നു. ഇതെല്ലാം കേട്ട് കഴിഞ്ഞപ്പോഴത്തേക്കും നമ്മുടെ ജാനകിയുടെ കയ്യിൽ നിന്ന് പോയി. ജാനകി കരഞ്ഞുകൊണ്ട് ഒരൊറ്റ ഓട്ടമായിരുന്നു. അപ്പോൾ ഓടുന്ന ജാനകിയെ അഭി കണ്ടു. അപ്പോഴേക്കും അഭി റൂമിലേക്ക് കയറി വന്നു കഴിഞ്ഞപ്പോൾ എന്താ കാര്യം എന്ന് ചോദിച്ചു. ഇവിടെ എന്താ കാര്യം, ഇവിടെ ഒന്നുമില്ല എന്നും പറഞ്ഞിട്ട് ഇവരും അങ്ങ് ഇറങ്ങിപ്പോയി. അതായത് ഈ അപർണയും അതുപോലെ തമ്പിയും കൂടെ അങ്ങ് ഇറങ്ങിപ്പോയി. അവരങ്ങ് ഇറങ്ങിപ്പോയി കഴിഞ്ഞപ്പോഴത്തേക്കും അച്ഛനോട് അഭി ചോദിച്ചു, എന്താ ഇവിടെ നടന്നേന്ന്. അച്ഛനും മോളും കൂടി ചേർന്ന് ജാനകി മോളെ ഒരുപാട് വേദനിപ്പിച്ചു എന്ന് ഇത്രയും മാത്രം അച്ഛൻ പറഞ്ഞു. നീ താഴേക്ക് ജാനകിയുടെ അടുത്തേക്ക് ചെല്ലാൻ പറഞ്ഞു. എന്നിട്ട് നേരെ ജാനകിയുടെ അടുത്തേക്ക് അഭി ചെന്നു. അഭി ജാനകിയോട് കാര്യം ചോദിച്ചു, എന്താ പ്രശ്നം, എന്താ അവർ പറഞ്ഞതെന്ന്. പിന്നെ ജാനകി ആണെങ്കിൽ ഇവർ പറഞ്ഞ കാര്യങ്ങളെ പറ്റിയൊക്കെ അഭിയോട് പറയാം. ഇത് കേട്ട നമ്മുടെ അഭിക്ക് സഹിക്കുമോ? അഭിയാണെങ്കിൽ എവിടെ അവനൊന്നും ചോദിച്ചുകൊണ്ട് അങ്ങ് ചെല്ലുവാണ്. ഇന്ന് അവളുടെയും സംശയം ഞാൻ തീർത്തു കൊടുക്കാമെന്ന് പറഞ്ഞു. അപ്പം ജാനകി പറഞ്ഞു, വേണ്ട അഭിയേട്ടാ, നമ്മളായിട്ട് പ്രശ്നമൊന്നും ഉണ്ടാക്കണ്ട, അഭിയേട്ടൻ അങ്ങോട്ട് പോകുമൊന്നും വേണ്ടാന്ന് പറഞ്ഞു. വിട് ജാനകി, നിന്നോട് എന്നെ വിടാൻ പറഞ്ഞു. വേണ്ട അഭിയേട്ടാന്ന് പറഞ്ഞ് പിടിച്ചു വെക്കുക കേട്ടോ. പക്ഷെ ജാനകിയുടെ കൈയൊക്കെ തട്ടിത്തെറിപ്പിച്ചിട്ട് നമ്മുടെ അഭി അങ്ങ് ഇറങ്ങിച്ചെന്നു. അപ്പോഴത്തേക്കും തമ്പി താഴെ ഇറങ്ങിച്ചെന്ന് ഞാൻ സൂര്യയെ കാണാൻ വേണ്ടി വന്നതാണെന്നും പറയേണ്ട കാര്യങ്ങളൊക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ടെന്നും പറഞ്ഞുകൊണ്ട് വലിയ ആള് കളിച്ചിട്ട് അവിടെ നിന്ന് അങ്ങ് പോകും. അപ്പോൾ ഇവർ ചെന്നപ്പോൾ ഈ ഉണ്ണിത്താൻ വക്കീൽ അവിടെ ഉണ്ടായിരുന്നു. അപ്പോൾ ഉണ്ണിത്താൻ വക്കീലിനെയും അതുപോലെ തന്നെ മുന്നിൽ നിർത്തിക്കൊണ്ടാണ് ഈ തമ്പി ഈ വക തോന്നിവാസങ്ങൾ മുഴുവനും പറഞ്ഞത്. ഉണ്ണിത്താനും കമാന്നൊരു അക്ഷരം മിണ്ടിയില്ല കേട്ടോ. ഇതെല്ലാം കേട്ട് നിൽക്കുക. തമ്പി അങ്ങ് തടി ഊരി പോവുകയും ചെയ്തു. അത് കഴിഞ്ഞപ്പോഴത്തേക്കും ഉണ്ണിത്താനും എല്ലാവരും താഴെ നിന്ന് ഇങ്ങനെ സംസാരിക്കുകയാണ്. താഴെ നിന്ന് സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ഇത്രയ്ക്കൊന്നും പറയണ്ടായിരുന്നു, ഇച്ചിരി കൂടി പോയെന്നൊക്കെയുള്ള രീതിയിൽ താഴെ ഇറങ്ങി വന്നതിന് ശേഷം ഉണ്ണിത്താൻ ഇങ്ങനെ പറയുവാണേ. അപ്പോഴാണ് നമ്മുടെ അഭി അങ്ങോട്ട് ഇറങ്ങി വരുന്നത്. ഏതവനാടാ എൻ്റെ ഭാര്യയുടെ പിതൃത്വം അറിയേണ്ടതെന്നും ചോദിച്ചു. അവളുടെ അച്ഛൻ്റെ കാര്യം ഏതവൾക്ക് അറിയേണ്ടതെന്നും ചോദിച്ചുകൊണ്ട് ഇങ്ങനെ വന്നു. ഇവിടെ ആരും ഒന്നും പറഞ്ഞില്ല, ഉള്ള കാര്യമേ പറഞ്ഞുള്ളൂ എന്ന് പറഞ്ഞു. അപർണ അഭിയുടെ മുന്നിൽ ആള് കളിക്കുമ്പോഴത്തേക്കും നിർത്തടി എന്ന് പറഞ്ഞു. ആർക്കാടി അറിയേണ്ടത് എൻ്റെ ഭാര്യയെ പറ്റി? നിനക്കാണോ അറിയേണ്ടത്, അത് നിന്റെ തന്തയ്ക്കാണോ അറിയേണ്ടതെന്ന് ചോദിച്ചു. അബിയുടെ തനി നിറം എന്താണെന്ന് ഇന്നാണ് ഇവരെല്ലാവരും അറിയുന്നത്. അത്രയ്ക്ക് രൂക്ഷമായിട്ട് ഷൗട്ട് ചെയ്ത് ഭയങ്കര ഇതിൽ നമ്മുടെ അബി സംസാരിക്കുന്നത്. ഇന്നും സൗമ്യഭാവത്തിൽ ഒരു വാക്കിന് പോലും നോവും എന്നുള്ള രീതിയിൽ സംസാരിച്ചുകൊണ്ടിരുന്ന നമ്മുടെ അബി ഇന്ന് ചെതറിയിരിക്കുകയാണ്, എടുത്തടിച്ചിരിക്കുകയാണ്. അപ്പം നിന്റെ തന്തയോട് പറഞ്ഞിരിക്കണം, അയാളുടെ വീട്ടിലെ കാര്യങ്ങൾ മാത്രം അന്വേഷിച്ചാൽ മതി, ഈ അളകാപുരി ഭരിക്കാൻ വരണ്ടായെന്ന്. ഈ അളകാപുരിയിലെ കാര്യങ്ങൾ ഭരിക്കാൻ ഇവിടെയുള്ളവരുണ്ടെന്ന് നീ പറഞ്ഞേക്കണം എന്ന് പറഞ്ഞു. അപ്പോൾ ഈ വീട്ടിലെ കാര്യങ്ങൾ അറിയുന്നവർ കിടപ്പല്ലേ എന്ന് ഈ അപർണ ഇങ്ങനെ പറയുന്നു. അത് കേട്ടപ്പം കിടന്നാലും ഇരുന്നാലും ഈ വീട്ടിൽ
ഈ വീട്ടിലെ കാര്യങ്ങൾ തീരുമാനിക്കാനുള്ളവർ ഈ വീട്ടിൽ തന്നെ ഉണ്ട്. നിന്റെ തന്തയുടെ ബലത്തിൽ നീ ഇവിടെ കിടന്ന് തുള്ളരുത്. നീയൊക്കെ കാണിക്കുന്നത് എന്തും കണ്ടും കേട്ടും ക്ഷമിച്ചു നിൽക്കുമെന്നുള്ള ആ ഒരു ഇത് നിനക്കൊക്കെ ഉണ്ടെങ്കിൽ നിർത്തി വെച്ചോളണമെന്ന് അഭി ഇവളോട് പറയുക. എൻ്റെ ഭാര്യ ഇനി ഒരിക്കൽ കൂടി നിന്റെയൊക്കെ നാവിൽ നിന്ന് വീഴുന്ന വാക്കുകൾ കൊണ്ട് കരയേണ്ട ഇട വന്നാൽ പിന്നെ നീയൊക്കെ കാണും ഈ അഭി ആരാണെന്നൊക്കെ പറഞ്ഞുകൊണ്ട് അഭി ശരിക്കും അവളെ എടുത്തിട്ട് കോട്ടഞ്ഞ് അവളെ ചവിട്ടി കൂട്ടിന്ന് തന്നെ പറയാം. ഇതൊക്കെ കണ്ട് നമ്മുടെ അമൽ നല്ല സന്തോഷം. അപ്പം അഭി ഇതുപോലെ പ്രതികരിക്കുന്നത് കണ്ടപ്പം വക്കീലിനും പിന്നെ അവിടെ നിന്നാൽ ശരിയാവില്ലെന്ന് മനസ്സിലായി. വക്കീലും തലയൂരി അങ്ങ് പോകുക. വടി കൊടുത്ത് അടി മേടിച്ചതല്ലേ, അപ്പോൾ പിന്നെ ഇച്ചിരി അങ്ങ് മേടിക്കുന്നതാണ് നല്ലതെന്ന് മറ്റുള്ളവരും അങ്ങ് കരുതി. ഇവളെ അവിടെ ഇട്ട് വലിച്ച് കീറിയിട്ട് നമ്മുടെ അഭി അങ്ങ് പോയി. ജാനകി ആണെങ്കിൽ ഭയങ്കര ഇതിൽ അങ്ങ് അകത്തേക്ക് കയറി സങ്കടത്തോടെ. അപ്പോഴും ഇവക്ക് കലിപ്പ്, പല്ല് എറിഞ്ഞി പിടിച്ചിങ്ങനെ ഉണ്ടക്കണ്ണും തുറച്ച് പിടിച്ചിങ്ങനെ നിൽക്കുക കേട്ടോ അവിടെ അപർണ. ഇതൊക്കെ കഴിഞ്ഞു പിന്നെ നമ്മുടെ അഭിയാണെന്നുണ്ടെങ്കിൽ നേരെ സൂര്യയുടെ അടുത്തേക്ക് ചെല്ലും. അപ്പോൾ സൂര്യക്ക് ഭയങ്കര വിഷമമായി, ഭയങ്കര സങ്കടമായി. ജാനകി അതുപോലെ വേദനിപ്പിച്ചില്ല. അപ്പോൾ ജാനകി എന്നിട്ട് അടുക്കളയിലൊക്കെ പോയിരുന്നു ഇങ്ങനെ കരയുക. അപ്പോഴത്തേക്കും മഞ്ജു ജാനകിയെ സമാധാനിപ്പിക്കുന്നുണ്ട്. നീ എന്തിനാ ഇങ്ങനെ വിഷമിക്കുന്നത്? അവരുടെ സ്വഭാവമൊക്കെ അറിയാവുന്നതല്ലേ, അതെല്ലാം അറിഞ്ഞുകൊണ്ടല്ലേ ഇവിടെ ജീവിക്കുന്നത്, പിന്നെന്താന്നൊക്കെ ചോദിച്ചു. എന്നാലും ഇതിപ്പോൾ പല തവണയായി മഞ്ജു അവരെന്നെ ഇങ്ങനെയൊക്കെ അപമാനിക്കുന്നതെന്നൊക്കെ പറഞ്ഞുകൊണ്ട് ജാനകി തൻ്റെ ഉള്ളിലെ സങ്കടങ്ങൾ മുഴുവൻ കൂട്ടുകാരിയോട് പറയാം. ജാനകിക്ക് താങ്ങും തണലുമായിട്ട് സമാധാന വാക്കുകളൊക്കെ പറഞ്ഞു കൊടുത്ത് മഞ്ജു ഇങ്ങനെ കൂടെ തന്നെ നിൽക്കുന്നുണ്ട്. അപ്പോഴത്തേക്കും പൊന്നു വന്നിട്ട് അമ്മ എന്തിനാ കരയുന്നതെന്ന് ചോദിച്ചു. അപ്പോൾ ഒന്നുമില്ലെന്ന് പറഞ്ഞു. അപ്പോൾ എന്താ അപർണ ചെറിയമ്മയുടെ അച്ഛൻ വന്ന് വഴക്കുണ്ടാക്കിയോ എന്നൊക്കെ കൊച്ചു ചോദിച്ചു കേട്ടോ. അപ്പോഴേക്കും ഒന്നുമില്ല മോൾ അപ്പുറം പോയി കളിച്ചോട്ടോ എന്നും പറഞ്ഞുകൊണ്ട് മഞ്ജു വന്നിട്ട് ന്യായപരമായിട്ട് പൊന്നുവിനെ അവിടുന്ന് പറഞ്ഞു വിട്ടു. അതിനുശേഷം മഞ്ജു നമ്മുടെ ജാനകിക്ക് ഓരോ ഉപദേശങ്ങളൊക്കെ ആയിട്ട് ഇങ്ങനെ പറഞ്ഞു കൊടുത്തുകൊണ്ടിരിക്കുക കേട്ടോ. ഇവർ തമ്മിൽ എന്നിട്ട് അവിടെ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് അഭി നേരെ സൂര്യയുടെ റൂമിലേക്ക് ചെല്ലുന്നത്. സൂര്യയുടെ റൂമിലേക്ക് ചെന്ന് കഴിഞ്ഞപ്പോൾ ജാനകിമോളുടെ സങ്കടം മാറിയോ അഭി എന്ന് ചോദിച്ചു. അതിപ്പോഴെങ്ങും മാറുന്ന സങ്കടം അല്ലല്ലോ അച്ഛാന്നും പറഞ്ഞുകൊണ്ട് ഇങ്ങനെ പറയാം. അതുപോലെയാണല്ലോ അവളുടെ മനസ്സിൽ ആ വേദന പതിഞ്ഞു പോയതെന്ന്. ആ സമയത്ത് നമ്മുടെ അഭിയുടെ മുന്നിൽ അച്ഛൻ ഇത് പറയാൻ തന്നെ തീരുമാനിച്ചു. വേറൊന്നുമല്ല, ജാനകിയുടെ അച്ഛൻ ആരാണ് എന്നുള്ള സത്യം. അങ്ങനെ ജാനകിയെ കൈക്കുഞ്ഞായിരുന്നു, ചോര കുഞ്ഞായിരുന്ന സമയത്ത് നമ്മുടെ സൂര്യയുടെ കയ്യിൽ കിട്ടിയതും സൂര്യ ആ കുഞ്ഞിനെ അനാഥാലയത്തിൽ ഏൽപ്പിച്ചതും അങ്ങനെ തൊട്ട് തുടങ്ങിയ എല്ലാ കാര്യങ്ങളും സൂര്യ അഭിയുടെ മുന്നിൽ മനസ്സ് തുറന്ന് സംസാരിക്കാം. അപ്പോൾ സൂര്യയാണ് നമ്മുടെ ജാനകിക്ക് പേരിട്ടത്. ആ ചോര കുഞ്ഞിനെ കാട്ടിൽ നിന്ന് കിട്ടിയ ഈ ഒരു സമയത്ത് പെട്ടെന്ന് സീതാദേവിയെയാണ് സൂര്യയ്ക്ക് ഓർമ്മ വന്നത്. അതുകൊണ്ട് തന്നെ അങ്ങനെ ആ ഒരു ഇതിലാണ് സൂര്യ ജാനകി എന്ന് നമ്മുടെ ജാനകിക്ക് പേരിടാൻ കാരണം എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ ഇത് ആരുടെ പ്രശ്നം കൊണ്ട് എങ്ങനെ സംഭവിച്ചതാണെന്നും ആരാണ് ജാനകിയുടെ അച്ഛനെന്നും ഒരു പെണ്ണിനെ പിഴപ്പിച്ച് അതിനെ വഴിയിൽ ഉപേക്ഷിച്ച് അതിൻ്റെ ജീവിതം കുട്ടിച്ചോറാക്കുകയും പിന്നെ അതിനുശേഷം അതിൻ്റെ അമ്മയ്ക്ക് പറ്റിയ ദുരന്തവും ഇതെല്ലാം നമ്മുടെ സൂര്യ ഇങ്ങനെ പറയുവാണ് അഭിയോട്. പറഞ്ഞു കേട്ട് വന്നപ്പോൾ നമ്മുടെ ജാനകി ആരുടെ മോളാ? ഈ പറയണ തമ്പിയുടെ മോള്. അത് കേട്ട് കഴിഞ്ഞപ്പോൾ അഭി അങ്ങോട്ട് അളകാപുരി ഇടിഞ്ഞ് തലയിലേക്ക് വീണ ഒരു അവസ്ഥയിൽ ഇങ്ങനെ അന്തം വിട്ട് കുന്തം വിഴുങ്ങി ഇങ്ങനെ നിൽക്കുക. സ്വന്തം മകളെയാണല്ലോ തന്തയില്ലാത്തവളെന്നും വിളിച്ച് ഇങ്ങനെ അപമാനിക്കുന്നത് എന്നുള്ള ആ ഒരു ഇതിൽ അങ്ങനെ തമ്പിയുടെ ചരിത്രം മുഴുവനും അദ്ദേഹം നമ്മുടെ അഭിയോട് തുറന്ന് സംസാരിച്ചു. ഇനി അവന് അഭിയുടെ മുന്നിൽ തല നിവർത്തി പിടിച്ചു നിന്ന് സംസാരിക്കാൻ കഴിയില്ല എന്നുള്ളത് 100% ഉറപ്പാണ്. പക്ഷേ തമ്പി എത്ര അങ്ങോട്ടേക്ക് കയറി പോകുമെന്നും ജാനകി അഭിയുടെ ഭാര്യ തമ്പിയുടെ മോളാണെങ്കിൽ ഈ അപർണ എങ്ങനെ ഇവരുടെ മകളായി എന്നുള്ളതും സൂര്യ ഇതിനോടകം തന്നെ പറയുമെന്നുള്ള കാര്യം 100% ഉറപ്പാണ്. ഒരിക്കലും അപർണ പ്രതീക്ഷിക്കാത്ത ട്വിസ്റ്റാണ് അപർണയുടെയും ജാനകിയുടെയും തമ്പിയുടെയും ഒക്കെ ജീവിതത്തിൽ ഇരിക്കുന്നത്. അപ്പോൾ അങ്ങനെയൊക്കെയുള്ളൊരു സൂപ്പർ ഹിറ്റ് വിശേഷങ്ങളും പ്രവചനാതീതമായ മുഹൂർത്തങ്ങളും നിറഞ്ഞുകൊണ്ടാണ് നമ്മുടെ അടുത്ത ആഴ്ചത്തെ കഥ നമ്മുടെ മുന്നിലേക്ക് ദൃശ്യവിരുന്നൊരുക്കി വരുന്നത്. അപ്പോൾ ആരും തന്നെ മിസ് ചെയ്ത് കളയരുത് കേട്ടോ. എല്ലാവരും കാണണേ. എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുകയാണ്. എല്ലാവരുടെയും സപ്പോർട്ടിനും സ്നേഹത്തിനും ഒരുപാട് നന്ദി ഹൃദയത്തിൻ്റെ ഭാഷയിൽ അറിയിക്കുവാണ്. അടുത്ത സൂപ്പർ ഹിറ്റ് കഥകളുമായി കാണുന്നത് വരെ എല്ലാവർക്കും നന്ദി. സോ അഗൈൻ ടേക്ക് കെയർ. ബൈ ബൈ. ടാറ്റാ.